ഹലോ എവ്രി വൺ, എൻ്റെ പേര് നിതിക വിപിൻ. ഞാൻ ബ്രില്യൻ്റിലെ 2024 നീറ്റ് റിപ്പീറ്റേഴ്സ് ബാച്ചിലെ പാല മുത്തോളി സെൻട്രലിലെ ഡി ബ്ലോക്കിലെ സ്റ്റുഡൻ്റാണ്. എൻ്റെ അച്ഛൻ്റെ പേര് ബിപിൻ ദാസ് ബൈ. അച്ഛൻ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. അമ്മ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അമ്മയുടെ സബ്ജക്റ്റ് കെമിസ്ട്രിയാണ്. അപ്പോൾ ഞാൻ നിന്ന ക്യാമ്പസ് ഡി ബ്ലോക്കാണ്. സോ ഡി ബ്ലോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡി ബ്ലോക്ക് എന്ന് മാത്രമല്ല, ഈ ബ്രില്യൻ്റെ എല്ലാ ക്യാമ്പസുകളും ഒരേപോലെ തന്നെയാണ്. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഭയങ്കര ഹൈജീനിക് ആണ്. സ്റ്റാഫൊക്കെ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട്, നല്ല ലവിങ് ആയിട്ടും കെയറിങ് ആയിട്ടും നിങ്ങളെ സെർവ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് സിക്ക് റൂം ഫെസിലിറ്റി ഉണ്ട്. അല്ല, നിങ്ങൾക്ക് ഡോക്ടറിനെ കാണണമെങ്കിൽ അറ്റ് ഹാൻഡ് നിങ്ങൾക്ക് ഡോക്ടർ അവൈലബിൾ ആണ്. സോ അതിനെക്കുറിച്ച് നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസിനൊന്നും അവിടെ ഒരു വലിയ പ്രശ്നം വരുന്നില്ല. പിന്നെ ക്യാമ്പസിൽ തന്നെ ലൈബ്രറി ഉണ്ട്. ഹോസ്റ്റലിൽ ലൈബ്രറി പ്രൊവൈഡഡ് ആണ്. ക്യാമ്പസിലെ ലൈബ്രറി ഭയങ്കര വലിയ ലൈബ്രറിയാണ്. അവിടെ ഒരിക്കലും ഒരു ബുക്ക് റൺ ഔട്ട് ആവുക എന്നൊരു സംഭവം വരില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള ബുക്ക് എപ്പോഴും അവിടെ റെഡി ആയിരിക്കും. സോ ആസ് എ നീറ്റ് ആസ്പിറൻറ്റ് അല്ലെങ്കിൽ ആസ് എൻ എഞ്ചിനീയറിംഗ് ആസ്പിറൻറ്റ് യു ഡോണ്ട് ഹാവ് ടു പർച്ചേസ് എനി ഗൈഡ്സ്. എല്ലാ ഗൈഡ്സും അവിടെ അവൈലബിൾ ആണ്. ഞാനൊന്നും ഗൈഡ് പർച്ചേസ് ചെയ്തിട്ടില്ല. ബ്രില്യൻ്റിലെ ലൈബ്രറി യൂസ് ചെയ്ത് തന്നെയാണ് പഠിച്ചത്. പിന്നെ ബ്രില്യൻ്റ് അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് മെറ്റീരിയൽസും ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ്സും തന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് തന്നെ മോർ ദാൻ ഇനഫാണ്. പിന്നെ നിങ്ങൾക്ക് ഫർദർ പോകണമെങ്കിൽ ഗൈഡ്സും അറ്റ് ഹാൻഡ് റെഡിയാണ്. പിന്നെ ഒരു നീറ്റ് ആസ്പിറൻറ്റ് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ആസ്പിറൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വേണ്ട കാര്യം സെൽഫ് കോൺഫിഡൻസ് ആണ്. അത് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ മെൻറ്റേഴ്സും അവിടെ തുടങ്ങി കോർഡിനേറ്റേഴ്സിൽ നിന്ന് ഡയറക്ടേഴ്സ്, ലെജൻഡറി ഡയറക്ടേഴ്സിൽ എൻഡ് ചെയ്യുന്നത് വരെയുള്ള നിര നിങ്ങളുടെ കൂടെ എപ്പോഴും സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ അവർ എന്തോ ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയിൽ പേടിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ ഭയങ്കര കൈൻഡ് ഹാർട്ടഡ് ആയിട്ടും കെയറിങ് ആയിട്ടും ലവിങ് ആയിട്ടും നിങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ്. നിങ്ങളുടെ വിഷമങ്ങൾ കേട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹാരം കണ്ടെത്താൻ നിങ്ങൾ നല്ല രീതിയിൽ അവർ ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് മൈന്യൂട്ട് ഇഷ്യൂ വന്നാലും നമ്മുടെ പാരൻറ്റിൻ്റെ അടുത്ത് പോയി പറയുന്ന പോലെ, അല്ലെങ്കിൽ എൽഡർ സിസ്റ്റർ അല്ലെങ്കിൽ എൽഡർ ബ്രദർ, അങ്ങനൊരു പൊസിഷൻ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ കോർഡിനേറ്റേഴ്സ് ആയാലും ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പം സ്റ്റാഫിങ്ങിൻ്റെ കാര്യത്തിൽ ബ്രില്യൻ്റ് ഈസ് ദ ബെസ്റ്റ്. പിന്നെ ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹോസ്റ്റൽ ക്യാമ്പസിൽ നിന്ന് ഒരു 5 minutes ട്രാവൽ ഉണ്ട്. സോ ഞങ്ങൾ ബസ് വഴിയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം എല്ലാ ബസ്സിലും മ്യൂസിക് പ്രൊവൈഡഡ് ആണ്. സോ നമുക്ക് അന്നത്തെ ഒരു ഫുൾ ഹെക്റ്റിക് ഡേയുടെ ബേൺ ഔട്ട് തീർക്കാൻ ആ മ്യൂസിക് ഒന്ന് കേട്ടാൽ മതി. മ്യൂസിക് കേട്ടൊന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ സംസാരിച്ച് കഴിയും. ആ ഒരു 5 minutes കൊണ്ട് നമ്മൾ റിലാക്സ് ചെയ്യും. പിന്നെയും ഫുൾ ഓൺ പവറിൽ നമുക്ക് വീണ്ടും പോയി പഠിക്കാനുള്ളൊരു എനർജി നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഹോസ്റ്റലിൽ പഠിക്കാനുള്ള എല്ലാ എൻവയോൺമെൻറ്റ്സും പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ആൻഡ് പ്രോപ്പർ ഹൈജീൻ ഈസ് മെയിൻറ്റൈൻഡ്. എല്ലാ ദിവസവും ക്ലീൻ ചെയ്യാറുണ്ട്. ഞങ്ങൾ സ്റ്റേ ചെയ്തത് 3 റൂമിലാണ്. 3 room വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം. ആൻഡ് ഹോസ്റ്റൽ ഫുഡ് ആയാലും ഒരു കംപ്ലയിൻസും ഇല്ല. നല്ല ഫുഡായിരുന്നു. ഞങ്ങൾക്ക് ക്വാളിറ്റി ഫുഡ് തന്നെ അവർ തരുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് E-Learn ആപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്നായാലും നമുക്ക് ഏതെങ്കിലും രാവിലെ കേട്ടൊരു ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ E-Learn ആപ്പ് യൂസ് ചെയ്ത് നമുക്ക് ആ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് പിയർ ഗ്രൂപ്പ്സുമായിട്ട് അതിനകത്ത് ചാറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സ്ട്രിക്ട്ലി സ്റ്റഡീസ് ഉള്ളി. ആൻഡ് നമുക്ക് ഡൗട്ട്സ് പ്രൊഫസേഴ്സിൻ്റെ അടുത്ത് നേരിട്ട് ചോദിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ E-Learning ആപ്പ് ഈസ് ദ പെർഫെക്റ്റ് പ്ലാറ്റ്ഫോം ഫോർ യു ടു സ്റ്റഡി ഓൺ യുവർ ഓൺ. പിന്നെ എല്ലാ ബേൺ ഔട്ടും അവസാനിപ്പിക്കാൻ വേണ്ടി ബ്രില്യൻ്റ് ഞങ്ങൾക്ക് സമയം ഞങ്ങളുടേതായ സെലിബ്രേഷൻസ് തരും. ഓണം, ക്രിസ്മസ്, പിന്നെ ഞങ്ങളുടെ ഫെയർവെൽ, ഈ എല്ലാ സെലിബ്രേഷൻസിലും ഞങ്ങൾക്ക് പാട്ടിട്ട് തന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞങ്ങൾക്ക് അടിച്ച് പൊളിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർ തന്നു. കാരണം ഇത്രയും സ്ട്രെസ്ഡ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് എപ്പോഴെങ്കിലും ഒരു ബ്രേക്ക് വേണമെന്ന് അവർക്കറിയാം. ആ ബ്രേക്ക് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അവർ തരുന്നുണ്ട്, ടു ദ കറക്റ്റ് ലിമിറ്റിൽ. പക്ഷേ എന്നാൽ ഞങ്ങൾക്ക് ഫുൾ ഓൺ എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾക്ക് അവർ ആ ബ്രേക്ക് തന്നത്. സോ മൈ എൻറ്റയർ എക്സ്പീരിയൻസ് വിത്ത് ബ്രില്യൻ്റ് ഹാസ് ബീൻ ഗ്രേറ്റ്. സോ ഇഫ് യു ആർ സെർച്ചിങ് ഫോർ എ സെൻറ്റർ ടു pursue your dreams, Brilliant Study Center is it. Thank you. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.